തങ്കം എന്തോ തങ്കം ആഹാ ഇവിടെ ഉണ്ടായിരുന്നു. ഇത് എന്റെ പണി തുടങ്ങിയ നീ അല്ലല്ലേ ഇത് അല്ല ഒരു കാര്യം പറയാൻ വന്നാ. നിങ്ങൾ കഴിച്ചായിരുന്നോ? ഇല്ല അതേ പാത്രം കഴിയണുള്ളൂ. നിങ്ങൾ കഴിച്ചാ? ഇല്ല കഴിച്ചില്ല. എന്നാ പിന്നെ ഇവിടുന്ന് കഴിക്കാം. എന്താണ് കഞ്ഞി? അറിയാം എന്ത് കഞ്ഞിയാണെന്ന് കഞ്ഞി കഞ്ഞി കഴി വന്നൊക്കെയാണ്. ഇല്ല കഞ്ഞി കാണാൻ വന്നതാ. പറ കഞ്ഞി. ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വന്നതാണ്. നാളെ രാവിലെ ഒരു തീർത്ഥയാത്ര പോയാലും ആലോചിക്കും. കാശിക്ക് തന്നെ അളിയാ? അത് കുറച്ച് കഴിഞ്ഞിട്ട് എവിടെ? നമ്മുടെ ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന പനച്ചിക്കാട് ദേവി ക്ഷേത്രം കോട്ടയത്തിനടുത്ത്. മൂകാംബിക മൂകാംബിക കർണാടകത്തിലല്ലേ, കൊല്ലൂര്. മൂകാംബിക എന്ന് പറഞ്ഞു. ദക്ഷിണ മൂകാംബിക. ദക്ഷിണ മൂകാംബിക അതെവിടെ? പനച്ചിക്കാട് ദേവി ക്ഷേത്രം കോട്ടയത്തിനടുത്താ. ഇവിടെ കേരളത്തിലാ? മൂകാംബിക എന്ന് കേട്ടപ്പോ ഞാൻ വെച്ച് അങ്ങ് പോയി. ഇവിടെ എവിടെ എനിക്ക് മന്നോടാ അഞ്ഞു പിടിക്കാൻ വേണ്ടി വന്നതാ. എടി അവര് ഭാര്യയും ഭർത്താവും പോയിട്ട് നീ എവിടെ വലിഞ്ഞു കയറി പോണത്? അവരെവിടെയെങ്കിലൊക്കെ പോയിട്ട് വരട്ടെ. ആളെ നമ്മൾ ഹണിമൂണിന് പോകുന്നതല്ലോ, ഇതിപ്പോ എല്ലാരും കൂടെ ചേർന്നാണ് പോകുന്നത്. അമ്പലത്തിൽ പോകുന്ന കാര്യമല്ലേ, നമുക്ക് എല്ലാവരും പോകാം. പിള്ളേർക്ക് അവിടെ എഴുത്തിനിരുത്തും. പഠിക്കുന്ന പിള്ളേരെല്ലാരും അവിടെ പോകും. നമുക്ക് സമയമില്ലടിയാ, എല്ലാരും കൂടെ നാളെ വേറെ ഇത്തിരി പരിപാടികളുണ്ട് എനിക്ക്. എന്തുകോ അളിയാ, ഒരു പൊതുപ്രവർത്തനല്ലേ ഞാൻ. അപ്പൊ എനിക്ക് കുറെ പരിപാടികളുണ്ട് നാളെ, തിരക്കിട്ടെ. അല്ല അത് എടുക്ക്. അതെന്ത് കാര്യം ചോദിച്ചത്? ഇപ്പൊ ഒരു പൊതുപ്രവർത്തകന്റെ എല്ലാ കാര്യവും നിങ്ങളത് പറയാൻ പറ്റുമോ? ഇത് പുറത്ത് പറയാൻ പറ്റാത്ത കാര്യമാണോ? നീ ഒരു കാര്യം, നീ എന്റെ പി ആയിട്ട് എൻ്റെ കൂടെ. അപ്പൊ നിനക്കറിയാം ഞാൻ എവിടേക്കാണ് പോകണമെന്നൊക്കെ. എന്റെ ജമന്തി, ഇതിപ്പോ മാസ ശമ്പളം സർക്കാർ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെയല്ല, ഇങ്ങനെയൊക്കെ പോകുമ്പോ വല്ലതും ചില്ലറ കിട്ടിയാലേ അരി മേടിക്കാൻ പറ്റുള്ളൂ. ഇടയ്ക്കൊക്കെ അമ്പലത്തിൽ പോയാലേ അരി മേടിക്കാൻ കിട്ടുള്ളൂ. എല്ലാരും കൂടെ പോകുമ്പോ ഒരു സന്തോഷമല്ലേ. ഒരു കാര്യം ചെയ്യും, അളിയനൊക്കെ പോയി ചെയ്ത പാവങ്ങളൊക്കെ ഏറ്റു പറഞ്ഞു വാ. നമ്മളിവര് അങ്ങനെയൊന്നും ചെയ്യാത്തോണ്ട്. ഞാൻ പോണുണ്ട്. നീ ഉണ്ടല്ലോ. ഇല്ല എനിക്ക് നാളത്തെ പരിപാടി മാറ്റി വെക്കാൻ പറ്റില്ല. മാറ്റി വെക്കാനാ? എടി ഈ ക്ലീറ്റേക്ക് പോലെ അവിടെ വേറൊരു ക്ലീറ്റേക്ക് വെക്കാനില്ല. അതുകൊണ്ട് നാളത്തെ പരിപാടി അങ്ങനെ മാറ്റാനൊന്നും പറ്റില്ല. ഒരു കാര്യം ചെയ്യളിയാ, ഇവളും കൊച്ചുമൊക്കെ വരട്ടെ. അതിന്റെ ചെലവ് എത്രയാന്ന് പറഞ്ഞാൽ ഞാനങ്ങ് തരാം. അവര് പറഞ്ഞതിന്റെ ചെലവ് എത്രയെന്ന് പറഞ്ഞാൽ ഞാനങ്ങ് തരാടേ. പ്രശ്നം തീരുന്നില്ലേ? അങ്ങനെയാണോ സാധാരണ ചെയ്യുന്നത്? അങ്ങനെ നീ എനിക്ക് തന്നു തീരൂല. എന്തോന്ന് ഞാൻ ചെലവാക്കിയ പൈസ? നീ ആവശ്യമില്ലാതെ കണക്ക് പറയല്ലേ. അളയാ നീ വരാൻ നോക്ക്. കാറൊക്കെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, മനസ്സിലായല്ലേ? കണ്ട, ഇവൻ കാറ് ബുക്ക് ചെയ്യാന്ന് പറഞ്ഞതിൽ തന്നെ കണക്ക് പറയാൻ വേണ്ടിട്ടാണ് അത് ഇപ്പൊ എടുത്ത് പറഞ്ഞത്. ഇല്ലേ നീ ഇപ്പൊ എന്തിനു കാറെന്ന് പറഞ്ഞത്? പിന്നെ പോകുന്നത് നടന്നാണോ പോകുന്നത്? നമ്മൾ എല്ലാവരും ഒരുമിച്ച് കാറിലങ്ങ് പോകും. എന്റെ സംഭവം ശരി തന്നെ. നീ ഇപ്പൊ പറഞ്ഞത് കണക്ക് പറയാൻ വേണ്ടിട്ടാണ്, എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ വരില്ല എന്ന് പറഞ്ഞു. സ്നേഹത്തോടെ ഒരു കാര്യം ഇവിടെ പറയാൻ ശ്രമിക്കും. ഞാൻ എത്ര നല്ല വന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, അവരും കൊച്ചുമൊക്കെ വരും. ഞങ്ങളല്ലെങ്കിലും പോവും. അങ്ങനെ നീ ഉറപ്പിച്ച് പറയണ്ട കേട്ടോ. നോക്കാം, ഞാൻ ഇച്ചിരി അഞ്ഞു തരണമെന്ന് പറഞ്ഞിട്ട് തീരെ താഴെ കയറണ്ട. 4 പ്രാവശ്യം നിർബന്ധിച്ചാൽ മതിയാ? വേണ്ടടാ, നിർബന്ധിക്കണ്ട. നമ്മള് പോകുമ്പോ തന്നെ വന്നോളൂ. നീ എന്താ പറഞ്ഞേ? നിർബന്ധിക്കുമ്പോ നീ തന്നെ വന്നോളൂ. കൂടുതൽ നെളിക്കല്ലേ തങ്കം? എനിക്കറിയാം നിലയ്ക്ക് നിർത്താൻ. ഇത്തിരി വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്ത് തലേ കയറുവാ. വണ്ടി നീ ബുക്ക് ചെയ്തോ? ഇന്നോവ? അയ്യോ, ഒരു പ്രാവശ്യം ബുക്ക് ചെയ്തതിന്റെ ക്ഷീണം ഇതുവരെ മാറിയില്ല. ഞങ്ങളെ മാറിയില്ല ക്ഷീണം. അപ്പൊ എപ്പോ പോണം? രാവിലെ പോണം. രാവിലെ പോണം. നേരത്തെ പിന്നെ നേരത്തെ കിടന്നു. കഞ്ഞി കുടിച്ചിട്ട് പോയിരിക്കുന്ന. കഞ്ഞി കുടിച്ചിട്ട് അങ്ങോട്ട് പോയി കഞ്ഞി കുടിച്ചിട്ട് പോകണം. കരിവാടാ ഉണക്കമീൻ. നിന്റെ ഭാഷയിൽ അങ്ങനെ പറയേണ്ടി വരും കുറച്ചുകൂടി. നാളെ അമ്പലത്തിൽ പോകേണ്ടതാ. കരിവാടും കുരുവാടൊക്കെ എടുത്ത് തിന്നരുത്. ഓ അത് ഞാൻ പറഞ്ഞു. അപ്പൊ സെറ്റുമുണ്ട് കൊടുക്കണേ. സെറ്റുമുണ്ട്. ഉണക്കമീനൊന്നും വേണ്ട. സോപ്പില്ല. എന്റെ പൊന്നു ജമന്തി, നീ ഇതുവരെ ഒരുങ്ങി തീർന്നില്ലേ? തീർന്നമ്മേ, പക്ഷെ അതേ നോക്കിക്കോ, ബ്ലൗസ് ഒക്കെ ഭയങ്കര ലൂസ് ആയിട്ടിരിക്കുന്നു. ആര് വെച്ചത്? നാത്തൂൻ. അല്ല, ഇത് പിന്നെ ബ്ലൗസിന്റെ തയ്യലിന്റെ കുറ്റമൊന്നും അല്ല. നീ ഇച്ചിരി ഉണങ്ങിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ. പിന്നെ എന്നാ പെട്ടെന്ന് മുടിയൊക്കെ കേട്ട് സാരി എടുത്തിട്ട് മതി. ഏട്ടൻ കുറെ കുറ്റം പറയും. അവനെവിടെ? ഏട്ടൻ അങ്ങോട്ട് ഇറങ്ങി. ഷർട്ടും മുണ്ടും എടുത്തിട്ടാ മതി. ഇനി എപ്പോ പോണോ? ഒരുങ്ങി തീരുന്നത് എപ്പോഴോ, തിരിച്ചു വരുന്നത് എപ്പോഴോ? ഈ പനച്ചിക്കാടെന്ന് പറയുന്നത് ഇവിടെ അടുത്തൊന്നും അല്ല. എത്ര ദൂരം ഉണ്ടെന്ന് അറിയാമോ? പെട്ടെന്നാവട്ടെ. ഞാൻ ഏട്ടനോട് പറഞ്ഞേ, ഞങ്ങക്ക് കുഞ്ഞുണ്ടാകുമ്പോഴേ അവിടെ തന്നെ കൊണ്ടുപോയി എഴുതിക്കാന്ന്. അയ്യോ, അവിടെ അച്ചിട്ട കാര്യമല്ലോ. ഞാനും നേർന്നിട്ടുണ്ട് മക്കളെ, ഒരു കുഞ്ഞിക്കാല് കാണണ്ടേ.
ആ ഓ അവൻ ഇനി ആ പെണ്ണ് ഒരുങ്ങിയിട്ട് എപ്പോഴും വരാനാണെന്നാണ് ഞാൻ ഫ്ലാസ്കിൽ ചായ എടുത്ത് വെച്ചാ. നോക്കട്ടെ, ഞാൻ പോയി എടുത്തോണ്ട് വരാം. എവിടെയാടാ? വേഗം വാ, ഇറങ്ങാറായി. എല്ലാം റെഡി അവിടെ. എവിടെ വണ്ടി? എവിടെ വണ്ടി ഇപ്പൊ എത്തും. ലേറ്റസ്റ്റ് വണ്ടി ഏൽപ്പിച്ച് എന്താ നേരത്തിന് കാണാല്ലേ അതുകൊണ്ട് വെച്ചാ? അല്ലല്ല, ഞാൻ തന്നെ ഇപ്പൊ വരാന്ന് പറഞ്ഞു. ഞാൻ അലാറം വെച്ച് എഴുതിച്ചാ, എന്നിട്ട് ഇപ്പൊ എഴുതി വരുന്നുള്ളൂ. അമ്മോ, ജമന്തി. അവരൊന്നും റെഡി ആവില്ലടാ. അവരൊക്കെ റെഡി ആയി വന്നിട്ട് പോക്കൊന്നും നടക്കും തോന്നുന്നില്ല. എടാ, ഒന്നാമത് എന്നെന്തിനാ നേരത്തെ വിളിച്ചത്? അവര് നീച്ചിട്ട് മതിയായിരുന്നു. എന്റെ ഉറക്കം കളഞ്ഞില്ലേ ഇപ്പോ? അമ്മാവൻ ആര് വിളിച്ചോണത്തി? 2 മണിയായപ്പോഴേ അങ്ങോട്ട് ഇവിടെ നടന്നു തുടങ്ങിയല്ലേ? ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട പിന്നെ അതിന് കഴിഞ്ഞിട്ട് വേറെ ഒന്നും ചെയ്യാൻ പാടുള്ളൂ. ഓ ശരി. തങ്കം, തങ്കം വാടി. പെണ്ണുങ്ങളൊക്കെ കണക്കാണല്ലോ. കല്യാണത്തിന് ഒരുങ്ങും പോലെ ഒരുങ്ങണേ ഉള്ളൂ. അല്ലെന്താ നീ അവളുടെ കാര്യം പറഞ്ഞു? നീ എന്തെങ്കിലും നീ എന്താ വരല്ലേ എവിടെ പോയി? അമ്പലത്തിലേക്ക്? ആയില്ല. അതാ, അതെന്ത് പണിയാടാ എല്ലാരും കൂടി പോകാൻ വെച്ചിട്ട്? അമ്മാവനും എന്നെ പോകുമ്പോ എന്റെ കാര്യം കൂടെ പറഞ്ഞേരെ. എന്നാ പിന്നെ ഞാനും വരുന്നില്ല. അത് എല്ലാവരും ഇല്ലാണ്ടൊരു സുഖല്ലേ? വരുന്നില്ലേ? ഒരു എൻജോയ്മെന്റ് ഒക്കെ വേണമെങ്കിൽ എല്ലാരും വേണത്. എൻജോയ്മെന്റ് ഇത് ടൂറിസ്റ്റ് കേന്ദ്രത്തിലാണ് പോണത്, അമ്പലത്തിലാണ് പോണത്. എന്നാലും അവൻ ഇവിടെ ഒറ്റയ്ക്ക് നിന്നിട്ട് എങ്ങനെയാ പോണത്? അവൻ വരാത്തനല്ലേ? അവിടെ കോട്ടോ ആയിട്ടിരിക്കണല്ലേ? എടാ, നീ കുളിച്ച് റെഡി ആയിട്ട് വാ. അയ്യോ, ഞാൻ ഇതുങ്ങള് പോയ കഥ അടച്ചിട്ട് ഇച്ചിരി കൂടെ ഉറങ്ങണം. എന്നാ നീ തമാശ കളിച്ചിട്ട് വന്നങ്ങട്. ചുമ്മാ ഇല്ല, ഒന്ന് ഇറങ്ങണേ. എനിക്ക് വേറെ പരിപാടി ഉണ്ട്. ഒന്ന് പെട്ടെന്ന് വരാതിരിക്കുന്നല്ലേ? ഓടി ഓടി ഓടിയാ. അവൻ കുളിച്ചില്ല. അവൻ തുടരണ അവനെ അതിലേ പോ. വരാൻ പറയണി. അടിപൊളി. നീ പോണേ പോ തങ്ക. നീ ഒരുപാട് നിർബന്ധിക്കല്ലേ? ലേറ്റസ്റ്റ് വരണ്ടോ? ഞാൻ ഇന്നലെ കൂടെ പ്രാർത്ഥിച്ചിട്ടാ കിടന്നത്. നീ ഒരു പേടിയും പേടിക്കണ്ട, ഞാൻ കൂടെ വാ. അമ്മാവ, എനിക്ക് വേറെ ആവശ്യമുണ്ട്. അല്ല, ഇനിയിപ്പോ കാശിന്റെ വല്ല ചെലവാണ്, ഞാൻ പേടിക്കണ്ട, ഞാൻ ചെയ്തോളാം. ഇതുവഴി വരണ അതുവഴി വരണ. അപ്പൊ ഗുഡ് നൈറ്റ് എല്ലാവരും. ഗുഡ് നൈറ്റ്. നേരം വെളുത്തലിയാ, നേരം വെളുത്ത്. വന്നോട്ടെ, ഞാനാ വിളിക്കല്. അമ്മ പോണല്ലേ ഇവിടെ നില്ല്. അതിപ്പോ അവരെ ഒരുങ്ങി നിന്നിട്ട് ഞാൻ പോകാണ്ടിരുന്നു കഴിഞ്ഞാ പിന്നെ പോ. നീ വരുന്നില്ല? പൂട്ടി ഇറങ്ങാൻ പറയണേ. ഒന്നിട്ട് വേഗം വാ. പകുതി ഇറങ്ങി വരണേ പോണം. ഞാൻ താക്കോൽ എടുത്താടി. എനിക്ക് വേറൊരു വലിയ അത്യാവശ്യം ഉണ്ടെന്ന്. ഞാൻ ഇച്ചിരി കൂടെ ഉറങ്ങിട്ട് ഞാൻ എന്തെങ്കിലും കാര്യം വരുമ്പോ എന്നെ വിളിക്കും, അപ്പൊ ഞാൻ കാണിച്ചു തരാം. പിണങ്ങല്ലേ അമ്മാവ? ഇത് ആര് വരിപ്പിൽ ഞാൻ കിഴിയില് പൈസ വെച്ചിട്ടുണ്ട്, നേർച്ച പൈസ. അതും എടുത്തേ. ഓ, അളിയനായിരുന്നു. ഞാൻ വരുന്നത് മീൻകാരനായിരിക്കുന്നു കൂക്കിട്ടപ്പോഴേ. അല്ല, ഈ തീർത്ഥയാത്ര പോയവരൊക്കെ ഇത്ര പെട്ടെന്ന് ഇഞ്ഞു പോന്നോ? അപ്പൊ പാവങ്ങളൊന്നും ഏറ്റു പറഞ്ഞില്ലേ? പാവങ്ങളൊക്കെ പറഞ്ഞു കുറച്ചുകൂടെ നേരത്തെ വരായിരുന്നു. പിന്നെന്ത്? തങ്കം പാവം പറഞ്ഞിട്ട് തീരുന്നില്ല. നിന്റെ കാര്യമല്ലേ? ഓ, അത് ശരി. എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ? അപ്പൊ നീ അറിയണ്ടല്ലോ. ഞാൻ അറിയേണ്ട കാര്യമില്ലെന്നാ. പിന്നെ ആരാണ് കാര്യങ്ങളൊക്കെ അറിയണേ? എന്റെ ഭാര്യയും കുട്ടിയൊക്കെ നിങ്ങളുടെ കൂടെ വന്നതല്ലേ, പിന്നെ കാര്യങ്ങൾ അറിയണ്ടേ? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. മലക്കറിയൊക്കെ മേടിച്ചാ നീ? പിന്നെ എങ്ങനെയാ കാര്യങ്ങൾ? അവർ വന്നതിൻ്റെ എത്രയായി? വണ്ടിക്കും ഫുഡിനും എല്ലാം കൂടെ? വണ്ടിക്കും ഫുഡിനും എല്ലാം കൂടെ എത്രയായിരുന്നു പറ. നീ കളിക്കല്ലേ, പറ എത്രയായി? കളഞ്ഞിരിക്കാ? അത് പിടിച്ചു വരച്ചാ? ഞാൻ വരണ വഴിക്ക് ഒരു ATM-ന്റെ വാതിൽ പറഞ്ഞാൽ അതിൽ കൂടെ പൈസ ഇങ്ങനെ ഒഴുകിങ്ങനെ വരുമായിരുന്നു. അങ്ങനെ കുറച്ചിങ്ങനെ എടുത്ത് കുറച്ച് സഞ്ചിക്കകത്തുണ്ട്. നീ കളിക്കാതെ കാര്യം പറ, എത്രയായെന്ന് പറ. എത്രയായെന്ന് പറ. നാളെ പിന്നെ വന്നിട്ട് മറ്റേ ഞാൻ കണക്ക് പറയരുത്. അവളെ കൊണ്ടല്ലേ ഞാൻ പോയത്? അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. എനിക്ക് വേണ്ട, പൈസ വേണ്ട എന്ന് പറഞ്ഞാ എങ്ങനെയാ? അതെ അമ്മാവാ, ഇങ്ങനെ വേണ്ട, എന്നോട് മിണ്ടണ്ട. നീ കാലടിയും പിടിച്ചും പറഞ്ഞിട്ടാണ് എന്നോട് വരാൻ. നമുക്ക് വരാൻ സമയം കിട്ടിയില്ലോ. ഇങ്ങനെ ഒരു മരം വേണ്ട അമ്മാവ. ഇത് ഞാൻ പഴയ പോലെയാണ്, എനിക്ക് നല്ല തിരക്കല്ലേ. പിന്നെ എന്റെ പ്രധാനമന്ത്രിയാണല്ലോ. പ്രധാനമന്ത്രിക്ക് വരെ ആരെങ്കിലും കാണുന്ന സമയമുണ്ട്, പിന്നെ അതിനും സമയമില്ല. ഈ അമ്മാവൻ എന്തറിഞ്ഞിട്ടാണ്? പ്രധാനമന്ത്രിക്ക് എന്ന് പറഞ്ഞാൽ 10-15 കയ്യാളുണ്ട്. എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ പോകേണ്ടത് ഞാൻ തന്നെ പോകണം. പൊയ്ക്കോ, ഈ എവിടേക്കാച്ചോ പൊക്കോ. ഞാനിപ്പോ ഇവരോട് പറഞ്ഞോണ്ടിരിക്കുകയാണ്,
അവിടെ നിന്ന് ഒരു കുട്ടിയും തള്ളയും വന്നല്ലോ, അതിന്റെ ചെലവ് എത്ര വെച്ചാൽ അത് പറഞ്ഞു. കുറച്ച് പൈസ കിട്ടി എൻ്റെ കയ്യില്. ആ അതെ, അല്ല കുരിശുവാണെങ്കിൽ അവസാനം ഞാൻ ഇത് തൂങ്ങിട്ട് വരരുത്. അയ്യോ അയ്യോ അയ്യോ, അതാണ് സ്ഥിരം പരിപാടി ഇവിടെ. കാശായിട്ട് അതെനിക്കറിയാൻ വയ്യ. അല്ല എൻ്റെ ഇത്തിരി നല്ല കാശ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊക്കെ അങ്ങ് സമാധാനക്കേടാണ് അല്ലേ? എന്റെ എപ്പോ കാശ് നിന്നിട്ട് അതിന്റെ പിറകെ ഞാൻ പോയി വന്നിട്ടുണ്ട്. നീ ഇപ്പൊ അത് അങ്ങോട്ട് കയറി എണ്ണണ്ട, നിനക്ക് ഇപ്പൊ എത്ര തരണമെന്ന് പറയാം. എനിക്കൊന്നും വേണ്ട. എടാ എന്ന് പറഞ്ഞാൽ പറ്റൂലേ, നാളെ അവൻ കണക്ക് പറയും അമ്മാവാ. ഇതിപ്പോ എന്താ നീ എന്നിങ്ങനെ പറയാറുണ്ടോ? 10 പൈസയിലേക്ക് വന്നിട്ട് കെഞ്ചി ചോദിക്കാറുണ്ടല്ലോ, എവിടുന്നെങ്കിലും ഉടായ്പിലെ കുറച്ച് കാശ് ഉണ്ടാക്കിയിട്ട് വന്നാൽ നെളിപ്പോടും. അതെ, കാശ് ഉണ്ടാക്കിയത് ഉടായ്പാണ് അല്ലെന്ന് അമ്മാവ് അറിഞ്ഞില്ലല്ലോ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ട. തങ്കം വിളിച്ചിട്ട് പോ. വെറുതെ കൈമേൽ കിടക്കുക. വേണമെങ്കിൽ ഇത് വാങ്ങിയിരുന്നു, ഇതിൽ പുതിയ 100 നോട്ടൊക്കെ ഉണ്ട്. ഇതാണ്ടാ ആദ്യമായിട്ട് കണ്ടതിൻ്റെതാ. നീ ഒന്ന് കടന്നു വെച്ചാൽ എന്താ ഇവിടെ എടുത്തിട്ട് പോ. വിളിച്ചിട്ട് പോടി അവനെ. എന്താ കാര്യം എന്താ? അളിയാ, നിന്നെ മോളെയും കൂടെ ഞാൻ അമ്പലത്തിൽ കൊണ്ടുവരുന്ന പൈസ എനിക്ക് തരാൻ പോകുന്നു, ചെലവ്. എന്നെ ചുമ്മാ പറ്റൂലല്ലോ. നാളെ എനിക്കത് നാളെ പിന്നെ പൈസ എന്ന് പറഞ്ഞ് വരരുത് അളിയാ, ഉള്ള ആരും ഞാൻ പറഞ്ഞേക്കാം. പോടെ. കഷ്ടം. ഇത്രയും കാലമുള്ള ചെലവൊക്കെ കാശൊക്കെ കറക്റ്റ് തരണ ഒരു മരുന്ന്. ഇതിപ്പോ ആരെയോ പറ്റിച്ച് മൊട്ടിച്ച് കൊണ്ടുവന്ന സാധനമാണ്. ഇനി ഞാൻ കണക്ക് പറഞ്ഞ് പലിശ കൊടുക്കേണ്ടി വരും. എന്താടി നീ നോക്കണത്? കർത്താവേ, അത് നേരത്താണെന്തോ. അതെ, അവനോട് പൈസ വല്ലതും വേണമെങ്കിൽ എന്നോട് ഇപ്പം വാങ്ങിച്ചോളാൻ പറയണം. എൻ്റെ കയ്യിരിക്കണ ഈ കാശ് തീർന്നിട്ട് പിന്നെ കാശ് എന്ന് പറഞ്ഞ് കണക്ക് പറയാൻ വന്നാൽ എൻ്റെ വിധം മാറും. കണ്ടെന്നും ഇത്തിരി പൈസ കിട്ടിന്റെ അഹങ്കാരം. ആണടി, ആണ്. എങ്ങാണ്ടൊന്നും അല്ല, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ അടി. ഇന്നൊരു ദിവസം കൊണ്ട് ലോകമൊന്നും അവസാനിക്കില്ല, നാളെ ദിവസങ്ങളുണ്ട്. നാളെ കഴിഞ്ഞ് മറ്റന്നാളും ഉണ്ട് ദിവസങ്ങൾ. പക്ഷേ ആളുകൾ എന്നും ഉണ്ടാവും എന്നൊന്നും പറയാൻ പറ്റൂല കേട്ടോ. ലോകമൊക്കെ ഇവിടെ തന്നെ എങ്ങനെ ഉണ്ടാവും. എനിക്ക് നിങ്ങളോട് സംസാരിക്കണ്ട, പോ. പിന്നെ എനിക്ക് കൊതിയായിട്ടിരിക്കുകയല്ലേ നിന്നോട് സംസാരിച്ചിരിക്കാൻ. ഞാൻ വല്ല ഊമയായിരുന്നെങ്കിൽ നിനക്ക് ഏറ്റവും സന്തോഷമായിരുന്നു. എനിക്ക് തോന്നുന്നത് അത് തന്നെ. ഇവിടത്തേക്ക് വാങ്ങിച്ചാൽ പിന്നെ പച്ചക്കറി ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഹലോ ഹലോ സാറേ, ഞാൻ വിളിച്ചത് ഒരു അമ്പലത്തിലേക്കൊക്കെ പോകാന്ന് പറയുമ്പോൾ കുറച്ച് സമാധാനം വേണം, സമയം വേണം. ധൃതി പിടിച്ചാൽ നടക്കണ കാര്യമില്ല. മനസ്സറിഞ്ഞു നിന്ന് തൊഴുകയായിരുന്നു, അപ്പോഴാ ഒരുത്തം പിന്നിന്ന് വന്നൊരു തള്ളി. ഏട്ടൻ്റെ ഒരു കൂട്ടുകാരൻ അവിടെ ഉണ്ടായിരുന്നോണ്ടേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായിട്ട് തൊഴാൻ പറ്റി. കൂട്ടുകാരല്ലേ നമ്മുടെ ആറ്റിങ്ങലത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അല്ലേ ബി സാറ്. ബി സാറിനാണ് അവിടുത്തെ ദേവസ്വം ബോർഡിലെ ഒരു മെമ്പറായിരുന്നു. ആ പുള്ളി അപ്പൊ അവിടെ വന്ന് കണ്ടു എന്നോട് സംസാരിച്ച് കണ്ടായിരുന്നു അമ്മാവൻ, ഒരു കണ്ണാടി വെച്ച ആള്. ആ ഞാൻ അമ്മാവനെ വിളിച്ചിട്ടുണ്ടല്ലോ, പിന്നെ അപ്പുറ സൈഡ് പോയിരുന്നത്. ഇത് നിങ്ങളുടെ സൈഡിലെ നിറയെ പെണ്ണുങ്ങളാന്ന്, ഇനി അതിന്റെ ഇടയിൽ വന്ന് തൊഴുകാൻ പറ്റില്ല. എന്തായാലും ഭയങ്കര രസമായിരുന്നല്ലേ, എത്ര പിള്ളേരായിരുന്നു അക്ഷരം എഴുതുന്നത്. നോക്കിക്കൊണ്ടിരിക്കുക കൊച്ചുങ്ങൾ ഇങ്ങനെ എഴുതുന്നതും. കാണേണ്ട കാഴ്ച തന്നെയാ. ഒരു കാര്യമുണ്ട് അല്ലേ, എല്ലാരും വളരെ 3 വയസ്സാവുന്നവരെ കാത്തിരിക്കണം. എന്നിട്ട് മക്കളിങ്ങനെ കൊച്ചു മക്കളിങ്ങനെ ആദ്യമായിട്ട് വലിയ ആൾക്കാരെ കൊണ്ട് തന്നെ എഴുതിപ്പിക്കുന്നത്. എല്ലാവരും അല്ലേ വലിയ പ്രശസ്തരായ ആൾക്കാരല്ലേ ഒന്ന് എഴുതിക്കുന്നതൊക്കെ. അല്ലാതെ അങ്ങനെ വേണം, കാരണം ഭാവിയിലൊക്കെ ഇവരൊക്കെ വലിയ വലിയ ആൾക്കാരാവുമ്പോ ഇവര് ആദ്യാക്ഷരം ചൊല്ലിക്കൊടുക്കുന്ന അനുസരിച്ചിരിക്കും. എനിക്ക് എഴുത്തിനിരുത്താന്ന് പറയുന്നത് കണ്ടു ഞാൻ അപ്പ ചിരി വരും. ഇവനെ എഴുത്തിനിരുത്തിയ കഥ അറിയാൾക്ക് അതൊരു രസമാണ്. ഞാനും ചേച്ചി അളിയനും കൂടിയിട്ട് ഇവനെ എഴുത്തിനിരുത്താൻ ചായ എടുക്ക, ഇതൊന്ന് കേക്കട്ടെ. അവൻ അതൊക്കെ പറയും. ഇത് കേട്ടിട്ട് പോയി ഇതുവരെ അവൻ പറഞ്ഞു തന്നിട്ടില്ലല്ലോ. ആ ഷാരടി മാഷാണ് എഴുത്തിനിരുത്തുന്നത്. ഒരു 10-65 കുട്ടികളുണ്ട്. ഇത് കേക്കട്ടെ, ഇത് കേട്ടിട്ട് ഞാൻ പറ. ഇവനെ എഴുത്തിനിരുത്താൻ വേണ്ടിട്ട് ഷാരടി മാഷിന്റെ കൈ കൊടുത്തതും അങ്ങോട്ട് തുടങ്ങി ഭൂമി മലയാളം കുലുങ്ങണ പോലത്തെ കരച്ചില്. കരയണോണ്ട് കുഴപ്പമില്ല, എല്ലാ കൊച്ചുങ്ങളും കരയും. ഷാരടി മാഷ് മടിയിൽ പിടിച്ചിരുത്തിയിട്ട് ആ മോതിരം, ഒരു സ്വർണ്ണ മോതിരായിരുന്നു, അതെടുത്തിട്ട് നാക്ക് നീട്ടാൻ പറഞ്ഞപ്പോ മാഷ മോതിരം അവിടെ വെച്ചിട്ട് ഞങ്ങളൊക്കെ ഒന്ന് നോക്കി കൊച്ചിനും കൂടി പൊക്കിയപ്പോ മാഷിന്റെ മുണ്ടാകെ മൂത്രമൊഴിച്ച് നാശാക്കിയവൻ. അതാണ് അവന്റെ പിന്നെ കൊച്ചിനാളിൽ പിന്നെ നമ്മള് ഇനിയിപ്പോ എവിടെ വിളിച്ചു ചോദിക്കണം വീട്ടിൽ എന്താണ് അവസ്ഥ. പിന്നെ നീ വലിയ ഡയലോഗ് അടിക്കണ്ടേ. ആ ഉച്ചക്ക് ഊണ് കഴിഞ്ഞിട്ട് അവിടുന്ന് അന്നദാനം കഴിഞ്ഞിട്ട് പോന്നാ മതിയായിരുന്നു. അത് വലിയ നഷ്ടമായി. അതിനങ്ങനെ ഇവിടെ ഒറ്റക്കാലിൽ നിൽക്കില്ലേ, ക്ലീറ്റസ് വന്നില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ അന്നദാനം ഒന്ന് കഴിച്ചിരുന്നെങ്കിലേ, കാരണം അത് എങ്കിലും നമ്മള് പൂർണ്ണമാവുള്ളൂ. ഒന്നാമത് അവൻ നമ്മുടെ കൂടെ വരാറുന്നല്ലോ. അതെങ്ങനെയാ
പിന്നെ ഇപ്പൊ വരാൻ നന്നായി, അല്ലെങ്കിൽ അവിടെ കിടന്ന് ധൃതി വെച്ചാൽ. ഇല്ല, അവൻ വന്നെങ്കിൽ അവള് പിന്നെ എത്ര നേരം വേണം നിൽക്കും. ഇതിപ്പോ അവൻ ഇവിടെ എന്താ ചെയ്യാച്ചിട്ടാണ് അവളെ ഒറ്റക്കാലിൽ നിന്നിരുന്നത്. പക്ഷെ ഈ പോയ നേരം കൊണ്ടാണ് എന്തോ സംഭവിച്ചു. പിന്നെ എവിടുന്ന് എന്തോ തോപ്പിച്ചിട്ട് വന്നിട്ടുണ്ട്. ചക്രൊപ്പിച്ച് എന്റെ മക്കളെ നാടിയിട്ട് പോയിട്ടില്ലേ? അല്ല അതല്ലേ ഓന്ത് നിറമാറണ പോലല്ലേ നിറമാറണ്. 10 പൈസ കയ്യിലില്ലാത്തപ്പോ അളിയാ ഒരു 2000 തരും, മാമ ഒരു 500 തരും. എന്താ മുഖം കണ്ടു കഴിഞ്ഞ് എടുത്ത് കൊടുക്കാൻ തോന്നുന്നു. എവിടുന്ന 10 പൈസ കിട്ടിയപ്പോ വന്നിട്ട് നെഗളിക്കല് കണ്ടില്ലേ? എത്ര വേണ്ട, എന്താ വേണ്ട, എന്ത് മനുഷ്യനവൻ. അത് നമ്മൾ കാര്യമാക്കണം. നമ്മളെ ആവശ്യം എന്താണ്? അവള് വിഷമിക്കരുത്, അവളെ കണ്ണു നിറയരുത്, അവളും കൊച്ചും. അത് മാത്രമേ നമ്മുടെ ചിന്തയിലുള്ളൂ. എന്റെ പഠനയ്ക്ക് ആദ്യം അടിക്കണ്ട്. അവനെ കാണുമ്പോ എന്തെങ്കിലും പറഞ്ഞാൽ ചാടി കളിക്കുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ അയ്യോ അളിയനൊന്നും ചെയ്യാൻ പാടില്ല, നീയാടാ ഈ വളം വെച്ച് കൊടുക്കണത്. നമ്മളല്ലേ ഉള്ളു. ഇത് മൃഗങ്ങളുടെ സ്നേഹമെങ്കിലും കാണിക്കണ്ടേ? വല്ല നായക്ക് വരുമ്പോ വിശന്ന് വരുമ്പോ എന്തെങ്കിലും 2 കഷ്ണം ഭക്ഷണം ഇട്ട് കൊടുത്താൽ അത് വാലാട്ടി ഇങ്ങനെ ഏത് കാലം നടക്കും. ഇതങ്ങനെ വേറെ എവിടെന്നെങ്കിലും ഒരു ഇറച്ചി കഷ്ണം കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ കൊടുത്ത കൈക്ക് കടിക്കുമൻ. അവൻ കേക്കണ്ട, അവൻ കേട്ടാ അമ്മവനെ ഇപ്പൊ എടുത്ത് കൊടുക്കുന്നു. ബെല്ലടിക്കണ്ടല്ലോ ഫോണ്. എവിടെ നിന്ന് കുറച്ച് പൈസ കിട്ടി? എവിടെ നിന്നാണെന്ന് പറയാം. കോൾ അടിച്ചിട്ടുണ്ട്, പക്ഷെ കോള് കുരിശാപായിരുന്നു. അതെനിക്ക് ഒരു കാര്യം ഉറപ്പാ, എവിടെന്നെങ്കിലും കാശ് കിട്ടാണ്ടെങ്കിൽ പിന്നെ എന്ത് പരിപാടിക്ക് അവനെ നോക്കണ്ട. ഹലോ, ആ പ്രസന്നാണ്. എവിടെ? പുതുക്കരില്ല ഉണ്ടോ? AMC-ലോ? അല്ല എനിക്ക് വരാൻ പറ്റും, ഞാനിന്ന് അമ്പലത്തിൽ പോയിരുന്നു. ഓ അവിടെ ഉണ്ടായിരുന്നല്ലേ? അല്ലല്ല, ഞാൻ എല്ലാവരുമായിട്ടും ഒന്ന് അങ്ങോട്ട് പോയതാ. അത് ശരി. ശരി, ഞാൻ വിളിക്കാം. എന്താടാ? അപ്പൊ അതാണ് കാര്യം. എന്താണ്? വാ ഒന്നേ ഒരു കാര്യം ചോദിക്കട്ടെ. ക്ലീറ്റോ, ക്ലീറ്റോ. പൈസ വേണമായിരിക്കും അല്ലേ? ഇതാണ് മലയാളത്തിൽ ഞാൻ പറഞ്ഞത്. നീ ഇരുന്ന് ആലോചിച്ച് വരുമ്പോൾ നിനക്ക് പൈസയുടെ കണക്ക് വരുമെന്ന് എനിക്കറിയാം. ഞാൻ എടുത്തു തരാം. നിക്കേ, ഇന്ന് പകൽ എവിടെയായിരുന്നു? അതിൽ ഞാൻ എൻ്റെ പല ആവശ്യങ്ങൾക്കായിട്ട് പോയിരുന്നു. എവിടെ പോയെന്ന് പറയാ? ഇടേ, ഞാൻ എവിടെ പോയാലും നിന്നെ ബാധിക്കുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ. എന്നെ ബാധിക്കില്ല, പക്ഷെ ഒരു സമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രശ്നം ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തോന്നു? നീ ഇന്ന് പുതുക്കരി പോയിരുന്നോ? പുതുക്കരി AMC-ല്. പുതുക്കരി ഞാൻ പോയിരുന്നു. എന്ത് ക്ലബിൽ പോയിരുന്നവൻ കുട്ടികളെ എഴുത്തിനെടുത്താനായിട്ട്. അയ്യോ, ഇവനെ എഴുത്തിനെടുത്ത്. എന്റെ ദൈവമേ, ആ പിള്ളേരുടെ ഗതി എന്താവും? എന്താന്ന് ഒന്നും ആവൂല. ഞാൻ കർത്താവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ആ പിള്ളേരുടെ നാവില് ഹരിശ്രീ എഴുതിയത്. എടാ, ഈ കൊച്ചുങ്ങളെ എഴുത്തിനെടുത്തുക എന്ന് പറഞ്ഞാൽ അത് അറിവും വിവരമുള്ള സാംസ്കാരിക നായകന്മാരാണ് ചെയ്യാ. ഈ ഒരു ബോധമില്ലാത്ത നീ അതൊക്കെ എഴുതിയ കുട്ടികളെന്താ ചെയ്യാ? അമ്മാവാ, ഇപ്പൊ എവിടെ ഇരിക്കുന്ന സാംസ്കാരിക നായകന്മാര്? ഉള്ളതൊക്കെ പോയി. ഇനി ആകെപ്പാടെ 2-3 ഉണ്ട്. അവർക്കൊക്കെ തിരക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ യോഗ്യതയുള്ളത് എന്നെ പോലുള്ളവരാ. അപ്പൊ അവര് വിളിച്ചു, ഞാൻ കുട്ടികളെ എഴുതിച്ചു, അത്രേ ഉള്ളൂ. എടാ, ആദ്യം നിന്റെ തലവര എഴുത്ത് നന്നാവണ്ടേ? അതില്ലാത്ത നീ കുട്ടികളെ എഴുതിയിട്ട് എന്താ കാര്യം? അതെ, ഇത് ഞാൻ ആദ്യമായിട്ടല്ല കുട്ടികളെ എഴുതിക്കുന്നത്. കഴിഞ്ഞ വർഷവും ഞാൻ എഴുതി. പിന്നെ അല്ലാണ്ട് പിന്നെ ഞാൻ ഇവിടെ നിന്ന് പറയാത്ത എന്താ അറിയാമോ? നിങ്ങൾക്ക് പുച്ഛവും നിങ്ങൾക്ക് പരിഹാസവും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ മനഃപൂർവ്വം പറയാത്ത. അളിയ, തക്ലിക്ക് നമ്മൾ ആരെ കൊണ്ടായിരുന്നു അധ്യക്ഷനെ കുറിപ്പിച്ചത്? അത് നമ്മുടെ MLA വിളിച്ചു പറഞ്ഞു, സുഗതകുമാരി ടീച്ചറിനെ കൊണ്ട് എഴുതിച്ച. എന്താ കാര്യം? എന്താ കാര്യമൊന്നും അളിയ, ടീച്ചറൊക്കെ ആരാ? വലിയ ആളുകളാ. അപ്പൊ സ്വന്തം മോക്ക് എഴുത്തിനായിട്ട് വലിയ ആൾക്കാർ വേണം. പാവപ്പെട്ടമാർ അല്ലെങ്കിൽ സാധാരണക്കാരുടെ ആൾക്കാർക്ക് എഴുതാനായിട്ട് ഇവനെ പോലുള്ളവന്മാര്. അളിയ, ഇപ്പൊ ഈ പിള്ളേരെ ഞങ്ങളെ പോലുള്ള രാഷ്ട്രീയക്കാരെ കൊണ്ട് എഴുതിക്കുന്നത് ഫാഷനല്ലേ? എടാ, ഈ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞ സ്കൂളിന്റെ പടി കയറാത്തവനും രാഷ്ട്രീയക്കാരനാവാം. അല്ലെ, മലയാളത്തിൽ എത്ര അക്ഷരം ഉണ്ട് അളിയ? അതെ, ഈ ഹരിശ്രീ ഗണപതായ നമോ എന്ന് എഴുതാനേ. അയ്യോ, നമോ അല്ലളിയ, നമ. അത് തന്നെ, അത് എഴുതാനായിട്ട് മലയാളം BA പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ പൊന്നളിയ, നിങ്ങൾ കക്കയെ മോഷ്ടിക്കേ പിടിച്ചു പറിക്കേ എന്ത് വേണോ ചെയ്തോ, പക്ഷെ പുതിയ തലമുറ അതിലാണ് ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയുള്ളത്. അവരുടെ ഭാവിയിൽ നിങ്ങൾ രാഷ്ട്രീയക്കാരിങ്ങനെ കയറി കളിക്കല്ലേ, ഒരു അപേക്ഷയാണ്. Alien versus Alien.